ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അമ്മായീസ് കോർണർ. അപ്പോൾ നമ്മൾ ഇന്ന് ഓറഞ്ച് വെച്ചിട്ട് നല്ലൊരു അച്ചാറിൻ്റെ റെസിപ്പിയാണ് ഉണ്ടാക്കി കാണിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ കുട്ടിക്കാലത്തൊക്കെ ഉണ്ടാക്കിയിരുന്ന രീതിയാണ് ഞാൻ ഉണ്ടാക്കി കാണിക്കുന്നത് കേട്ടോ. വളരെ പെട്ടെന്ന് നമുക്കിങ്ങനെ നല്ല ടേസ്റ്റോട് കൂടിയിട്ടുള്ള ഒരു ഓറഞ്ച് അച്ചാർ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ഇത് പല രീതിയിൽ പല ടേസ്റ്റിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ എളുപ്പത്തിൽ ഞങ്ങളൊക്കെ ഉണ്ടാക്കിയിരുന്ന രീതിയാണ് ഞാനിപ്പം കാണിക്കുന്നത്. അപ്പോൾ ഇതിന് വേണ്ടി ഞാനൊരു 3 ഓറഞ്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എടുക്കുമ്പോൾ നമ്മൾ കൈയൊന്നും ഒട്ടും നനവ് ഉണ്ടാവരുത് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ആദ്യം തൊലിച്ചെടുക്കാം. നമുക്കിതിൻ്റെ നാരൊക്കെ ഒന്ന് ഒഴിവാക്കാം കേട്ടോ. കഴിയുന്നതൊക്കെ ഒന്ന് ഒഴിവാക്കിയെടുക്കാം. ഇത് കുട്ടികൾക്കൊക്കെ നന്നായി ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്തിട്ട് നമ്മളിങ്ങനെ ഓറഞ്ചൊക്കെ നമ്മൾ മസാലയിൽ കുത്തിയൊക്കെ തിന്നാറില്ലേ, ആ ഒരു ടേസ്റ്റാണ് ഇതിന് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ തൊലിച്ചെടുത്തിട്ട് നമ്മളിതിങ്ങനെ കഷ്ണങ്ങളാക്കി എടുക്കുകയാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ നമ്മൾ കുരു ഒഴിവാക്കണേ. നമ്മൾ എടുക്കുന്ന പാത്രം നമ്മൾ നന്നായി ഉണങ്ങിയതാവണം. ഒട്ടും നനവോ ഈർപ്പൊന്നും ഉണ്ടാവാൻ പാടില്ല കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഇതിൻ്റെ കുരു നമുക്ക് കഴിയുന്നത് ഇങ്ങനെ കാണുന്നതൊക്കെ നമുക്ക് ഒഴിവാക്കിയെടുക്കണേ. അപ്പോൾ നമ്മളിങ്ങനെ മുറിക്കുമ്പോൾ നമുക്ക് കുരു ഇതിൻ്റെത് ഒഴിവാക്കാൻ പറ്റും. ചിലതിൽ കുരു അങ്ങനെ കാണില്ല, ചിലത് നല്ല കുരു ആയിരിക്കും. ഇതിലൊക്കെ നല്ല കുരുണ്ട് കേട്ടോ. അപ്പോൾ അതേതുപോലെ നമുക്ക് ഇങ്ങനെ ബാക്കിയുള്ളത് മുറിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അതേ നമ്മൾ കുരുവൊക്കെ കളഞ്ഞ് മുഴുവനും ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ചൊരു 5-6 അല്ലി വെളുത്തുള്ളി ഇതുപോലെ ഇങ്ങനെ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഉപ്പ് വേണം, ആവശ്യത്തിനുള്ള ഉപ്പ്. പിന്നെ നമുക്ക് വിനാഗിരി വേണം. അതുപോലെ തന്നെ അച്ചാർ പൊടി ഇട്ടിട്ടാണ് നമ്മളിത് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പം അച്ചാർ പൊടിൻ്റെ ഒരു പാക്കറ്റ് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതും കുറച്ച് വേണം കേട്ടോ. അപ്പോൾ അച്ചാർ പൊടി ഇട്ട് ഉണ്ടാക്കുന്ന രീതിയാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ പല രീതിയിൽ നമുക്ക് ഉണ്ടാക്കാം. ഇനി നമുക്കിത് നമ്മൾ ഒട്ടും നനവില്ലാത്തൊരു സ്പൂൺ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ. നമുക്ക് വെറുതെ തന്നെ ഇതെടുത്ത് ഇങ്ങനെ കഴിക്കാൻ തോന്നുന്ന രീതിയിലുള്ളൊരു അച്ചാറാണ്. നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഉപ്പ് വേണമെങ്കിൽ നമുക്ക് പിന്നെ ഇട്ട് കൊടുക്കാം. നമ്മളിത് ഇതുപോലൊരു സ്പൂൺ എടുത്തിട്ടുണ്ട്, ചെറുത്. അപ്പോൾ ഇതിൽ ഇങ്ങനെ 2 സ്പൂണ് നമുക്ക് അച്ചാർ പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് കട്ടിയിലാവരുത് കേട്ടോ, കുറച്ച് ലൂസിലൊരു വെള്ളം പോലെയാണ് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ ആ വെള്ളം തന്നെ നമ്മളിങ്ങനെ വെറുതെ എടുത്ത് കുടിച്ച് പോവേ. അങ്ങനെ നമ്മൾ സാധാരണ ഓറഞ്ച് ഇല്ലെങ്കിൽ നമ്മളിങ്ങനെ ഇട്ട് ഉണ്ടാക്കാറുണ്ടല്ലോ. പിന്നെ അച്ചാർ പൊടി വിനാഗിരിയൊക്കെ പണ്ട് കുട്ടിക്കാലത്ത് ഉണ്ടാക്കിയിരുന്നാണ് ഉപ്പും ചേർത്തിട്ട്. നമുക്കിതിലേക്ക് ഇതേ വിനാഗിരിയാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. നമുക്കിത് ഇളക്കി യോജിപ്പിക്കാം. ഇത് നമ്മൾ പുറത്ത് വെച്ചാൽ മതി കേട്ടോ, ഫ്രിഡ്ജിലൊന്നും വെക്കണമെന്നില്ല. അല്ലാതെ തന്നെ അത് ചിലവാവുകയെ. കുറച്ച് ദിവസം കൊണ്ട് ഒരാഴ്ച ഒന്നും നിൽക്കൂല. പിന്നെ നമുക്ക് ഒരാഴ്ചയൊക്കെ എന്തായാലും നിൽക്കൂട്ടെ. ഇത് നല്ലോണം നിൽക്കുക നമ്മൾ പുറത്ത് വെച്ചാലും. പക്ഷേ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കി വെച്ചാൽ അങ്ങനെ കിട്ടൂല കേട്ടോ. അത് പെട്ടെന്ന് തന്നെ മക്കളൊക്കെ എടുത്ത് കഴിച്ചു പോകും. പിന്നെ നമുക്ക് എടുത്ത് വെച്ചിട്ടുള്ള അരിഞ്ഞു വെച്ച് വെളുത്തുള്ളില്ലേ, ഇത് നമുക്ക് ഇതിലേക്ക് ഇട്ടെടുക്കാം. അപ്പോൾ നമ്മുടെ ഓറഞ്ച് അച്ചാർ ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ അച്ചാർ പൊടി ഇടുന്നതുകൊണ്ട് ഇതിലേക്ക് കായം അങ്ങനത്തെ വേറെ ഒന്നും നമുക്ക് ആവശ്യമില്ല, ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നമ്മൾ ഉപ്പൊക്കെ ഉണ്ടോ നോക്കാം. ഒരു തരി ഉപ്പും കൂടി വേണം കേട്ടോ. നല്ല ടേസ്റ്റാണിത്. അപ്പോൾ നമുക്കിത് നാളെ മറ്റന്നാളൊക്കെ നമുക്ക് എടുത്ത് ഉപയോഗിക്കാം കേട്ടോ. ഒന്നും തന്നെ എടുക്കണമെന്നില്ല, 2 ദിവസം കഴിഞ്ഞാൽ നമുക്ക് എടുത്താൽ മതി. ഇനി നമുക്കിത് ഉണങ്ങിയൊരു ഭരണിയിലൊക്കെ ഇതാക്കി സൂക്ഷിക്കാം കേട്ടോ. നല്ല ടേസ്റ്റുള്ളൊരു അച്ചാറാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക, ഇങ്ങനെ ഉണ്ടാക്കാത്തവരാണെങ്കിൽ കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യണം കേട്ടോ. വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്തിട്ട് കാണണേ. പിന്നെ അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം, പിന്നെ ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ, അസ്സലാമു അലൈക്കും.